ഹലോ, വെൽക്കം ടു മൈ ഓസി ചാനൽ. അപ്പോൾ അത് ഒരു പുതിയ ടിപ്പായിട്ടോ വന്നിട്ടുള്ളൂ കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ളത് ഈ കുഴച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലേ ആട്ടോ. നമ്മുടെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ക്ലേ അല്ല, ഹോം മെയ്ഡ് ക്ലേ. എങ്ങനെ പൗഡറും ഫെവിക്കോളും യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു സൂപ്പർ ക്ലേ ആട്ടോ. അത് നല്ല സ്മൂത്താട്ടോ, നല്ല സ്മൂത്തും സോഫ്റ്റുമാണ്. കട്ട് ചെയ്യാനും ഷേപ്പൊക്കെ ചെയ്യാനൊക്കെ നല്ല സ്മൂത്തും സോഫ്റ്റും ആയിട്ടുള്ള ക്ലേ ആണ്. തട്ടിക്കൂട്ട് ക്ലേ ഒന്നല്ല, സൂപ്പർ ക്ലേ തന്നെയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറേ ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഒബ്ജക്റ്റുകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഒന്നുണ്ടാക്കിയത് ഫ്ലവർ ആട്ടോ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് ഈ ഫ്ലവറാണ്. പിന്നെ ഒരു പാണ്ടനി, പിന്നെ ഒരു അവക്കാഡോ ആയിട്ട് ഉണ്ടാക്കിയത്. സൂപ്പർ കേട്ടോ, സൂപ്പറാണ്, അടിപൊളിയാട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വെറും പൗഡറും ഫെവിക്കോളും അതേമാതിരി വെള്ളം വെച്ചിട്ടാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. അളവുകളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഞാനൊരു ഡേറ്റ് കഴിഞ്ഞൊരു പൗഡറും കുപ്പി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ പൗഡർ ഉണ്ട്. അപ്പോൾ അതാട്ടോ യൂസ് ചെയ്യുന്നത്. ഡേറ്റ് കഴിഞ്ഞ പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ എടുക്കുന്നത് എനിക്ക് വേണ്ട ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് പൗഡറിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി വെള്ളം ഒഴിക്കുമ്പോൾ അത് കൂടുകയാണ് തോന്നുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ അളവിലാണ് പൗഡർ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇതിലേറെ കൂടുതലും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് ഫെവിക്കോളാണ്. നിങ്ങൾക്ക് ഏത് ഗ്ലൂവും യൂസ് ചെയ്യാം. ഞാൻ എടുക്കുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ ഈ ഒരു അളവിനാണ് എടുത്തിട്ടുള്ളത്. ഒരു ഇത് നമ്മൾ ഐസിൻ്റെ കോലാട്ടത്, അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. വേണ്ടത് ഈ പൗഡറിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു സ്കൂപ്പ് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഫെവിക്കോള് ആ പൗഡറിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന മാതിരി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓവറാവാൻ പാടില്ല, എന്നാൽ അത്യാവശ്യത്തിന് വേണം. അങ്ങനെ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം. ഇനി വെള്ളം കൂടി വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. കുറച്ച് പൗഡറിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ സൂപ്പർ ക്ലേ കിട്ടും. പൗഡറിൻ്റെയും കുറച്ച് ഫെവിക്കോളിൻ്റെയും അളവ് അതിലേക്ക് കുറച്ച് കൂട്ടി കൊടുത്താൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇളക്കുമ്പോൾ ആ ഒരു പൗഡറിൻ്റെ കട്ടകളൊക്കെ ഒന്നുമില്ല, എല്ലാം ഉടങ്ങിയ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന രീതിയിൽ വേണം ഇളക്കാൻ. ഇപ്പോൾ ഒരു കിച്ചൺ ടോപ്പിലേക്ക് ഇട്ടിട്ട് കുഴയ്ക്കുന്നത്. നന്നായിട്ട് കുഴയ്ക്കണം, ക്ലേ നന്നായിട്ട് കുഴയ്ക്കണം. എന്നാലും നമുക്ക് ആ ഒരു സ്മൂത്തും സോഫ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു കിച്ചൺ ടോപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുഴച്ചെടുക്കുമ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പൗഡർ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതായത് കുഴച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അടിപൊളി ക്ലേ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല സ്മൂത്തുമാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഈ ക്ലേ ആട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഞാൻ 2 വസ്തുക്കളാണ് ഉണ്ടാക്കിയത്. ഒരു അവക്കാഡോ ഉണ്ടാക്കി, അതേമാതിരി ഒരു പാണ്ടേനയും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതിന് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ മെഷർമെൻറ്റിൽ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്കും കറക്റ്റ് രൂപത്തിലുള്ള ക്ലേ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പാണ്ടനെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാണ്ട. അപ്പോൾ ഇതിന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ അത് കണ്ടില്ലേ, ആ പൗഡറിൻ്റെ ആ ഒരു വസ്തു വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു ഹോൾസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അടച്ചു കൊടുത്ത് നല്ലൊരു ഷേപ്പ് ആക്കി കിട്ടാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയുണ്ട് നമ്മുടെ പാണ്ട? ഇതേമാതിരി ഞാൻ അവക്കാഡോ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫൈനൽ ലുക്ക് ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യണം. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക്? ഈ കളറൊക്കെ ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ ഉടനെ ഇടും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.